ഹായ്, കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ്. വളരെ വെറൈറ്റി ഒന്നുമല്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ. അധികം ചേരുവകളൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അതിനുവേണ്ടി ഞാനൊരു 3 പൊട്ടാറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്കൊരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമുക്കൊരു കടായി ചൂടാവാൻ വെച്ച ശേഷം അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. 1 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം കടുകാണ്. അതേ അളവിൽ 1 സ്പൂൺ കടുകും കൂടെ ചേർത്തു കേട്ടോ. ഇത് രണ്ടും നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില എണ്ണയിലൊന്ന് വാടി വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എന്താ ചേർക്കേണ്ടത് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങില്ലേ, അത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ കുട്ടികളിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണേ. നമ്മളിതിൽ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല, പക്ഷെ എന്നാലും ഒരു ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ അല്ല ചപ്പാത്തിയുടെ കൂടെയും പത്തിലിൻ്റെ കൂടെയും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു ഡിഷാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു ദിവസം കുറച്ചൊരു മടിയാണ്, എന്താ ഡിഷ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. എനിക്ക് ഇച്ചിരി മടി കൂടുതലാണ്, അതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് കുറച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്. ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് പൊട്ടാറ്റോ കുറച്ചിങ്ങനെ ഒന്ന് വാടി വന്നില്ലേ, ഒരുപാട് നന്നായി വന്നില്ലെങ്കിലും ഒന്ന് വാടി വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ നമുക്കിതിലോട്ട് ഒരു സ്പൂണല്ല, ഞാൻ 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പാകുമ്പോൾ നമുക്ക് പിന്നെയും നോക്കിയിട്ട് അത് പറ്റിയില്ലെങ്കിൽ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. 2 മസാല പൗഡേഴ്സ് നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് മസാലകളൊന്നും മിക്സായി വരട്ടെ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ വെള്ളം ചേർത്തിനെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് അടച്ചു വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അതിലോട്ട് ഒരു 1/2 സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ചേർത്തത് ഗരം മസാലയാണ്. പിന്നെ ഞാൻ 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ചേർത്തിട്ടില്ല, ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണേ. നമ്മൾ ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് എണ്ണയിൽ വയറ്റി കിട്ടുന്ന ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇത് അവസാനമാണെങ്കിൽ വെളുത്തുള്ളി ഒരു വെന്ത് വന്ന ഒരു ടേസ്റ്റാണ് ഉണ്ടാവില്ല. രണ്ടും ഡിഫറൻ്റാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ലാസ്റ്റ് വെളുത്തുള്ളി ചേർത്തത്. പിന്നെ ഞാൻ 1 മിനിറ്റ് ഒന്ന് അടച്ചിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ച് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ അതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പിലയുടെ ഒരു നല്ല ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ആകുമ്പോൾ അത് സ്മെല്ലൊന്ന് വേറെ തന്നെ നിൽക്കും. ലാസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലെമണിൻ്റെ ഒരു പകുതി ഭാഗം ജസ്റ്റ് അതിലോട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലെമൺ ഫുള്ള് വേണ്ട, അതിൻ്റെ ഒരു പീസ് മാത്രം മതി, കൂടുതലൊന്നും ആവശ്യമില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആയത് കേട്ടോ. നല്ല എണ്ണയിൽ കിട്ടിയ ആ ഒരു പൊട്ടാറ്റോയും പിന്നെ അതിന് ചെറിയൊരു പുളിയേക്കാൻ വേണ്ടിയിട്ടുള്ള ആ ലെമണും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പിലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡിയായി. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് തന്നെയല്ലേ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ, ഒന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എനിക്കൊരു ഭയങ്കര ആഗ്രഹത്തിൽ ഞാനിങ്ങനെ ചെയ്യുന്നതാണ് വീഡിയോസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് വരാം കേട്ടോ. എൻ്റെ ചാനൽ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.